ഷമീറ തേങ്ങ ഞാൻ നോക്കുമ്പോൾ ചിരട്ട കൊണ്ട് വേസ്റ്റ് ഇടാമെന്ന് ഞാൻ റെഡി ആ ചിരട്ടകളല്ലേ നമുക്കൊരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പം എന്താണെന്നറിയാമോ, ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എന്ത് ചെയ്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട്, എന്നിട്ട് കുതിർന്നതിന് ശേഷം മിക്സർ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, ഇനി ഇതിലേക്ക് ഞാനില്ലേ അരമുറി തേങ്ങയൊന്നും എടുത്തില്ല, അതൊന്നും കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു ഇച്ചിരിക്കുള്ള ഉപ്പും പിന്നെ അതേപോലെ ലേശം പഞ്ചസാര മതിയിട്ട്, അധികം പഞ്ചസാര എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുള്ളൂ. അര ഗ്ലാസ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10-12 മണിയായപ്പോഴാണ് ഞാൻ അടിച്ചു വെച്ചത്. അങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്നും പൊന്തി കിട്ടിയില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ പാലപ്പത്തിനൊക്കെ പൊന്തൂല അതേപോലെ കിട്ടിയില്ലാടോ. എന്ത് ചെയ്യാനായിട്ടാ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത്. പിന്നെ അതേ ചിരട്ട എടുത്തേക്കണത്. അപ്പം നമ്മൾ ഇപ്പം തേങ്ങേൻ്റെ ചിരട്ട ചെയ്ത് കൊണ്ടിട്ട് കുഴപ്പമില്ല, ഫ്രഷ് ചിരട്ടയാണല്ലോ. എന്നിട്ട് കുറച്ച് മാവ് ഒഴിച്ച് കുറച്ച് ഏത്തപ്പഴം ഇട്ട്, പിന്നെ കശുവണ്ടി കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല. അങ്ങനെ എല്ലാ ചിരട്ടയിലും ലെയറായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യാന്നറിയാം, ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടെന്ന് വെച്ചാലല്ലേ ആ കുഴിത്തട്ടായിരിക്കണോട്ടോ, അല്ലെങ്കിൽ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് മാവ് പോകും. എന്നിട്ട് ഇതേപോലെ ഇറക്കി അങ്ങോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന 2 തവി മാവ് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത്, എൻ്റെ ഒരു അരമുറി തേങ്ങയും കൂടി കേട്ടോ. തേങ്ങ ഇതിന് അധികം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഇത് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടേ നമ്മളിത് കാച്ചാൻ പോകുമ്പോഴാണ് ഇതേ ചിരട്ടപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇത് കാച്ചെടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി ഇതിൽ കൈ വിടാതെ ഇളക്കി എടുക്കണത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ചിരട്ടയപ്പം ഉണ്ടാക്കിയാൽ 2 കാര്യം, പാത്രം കണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ ചിരട്ടയപ്പത്തിൻ്റെ മുകളിലേക്ക് ആ പാലങ്ങാട് ഒഴിച്ചു കൊടുക്കുക, ഒരു സ്പൂണും കൊടുത്ത് എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കണം. അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിരട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.